ആക്ച്വലി ദൈവവിശ്വാസികളാണോ? ചേട്ടൻ ദൈവവിശ്വാസിയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ദൈവത്തിലുള്ള വിശ്വാസമാണോ ദൈവസ്നേഹമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. ഷൈനിന്റെ ഒന്നാമത്തെ സംശയം അതാണ്. പക്ഷേ ഇത് സിമ്പിളായിട്ട് നമുക്ക് പറയാം. അതായത് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ദൈവസ്നേഹമുള്ളത് എന്തുകൊണ്ടാണ്? ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ദൈവസ്നേഹം ഉള്ളത്. ദൈവം ഇല്ല എങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? ഇല്ലല്ലോ. ദൈവഭയം എന്നാണ് പറയാറ് സാധാരണ. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. ദൈവഭയം എന്നുള്ളതാണ്. ഇത് പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്. ദൈവത്തെ ഭയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു മോൺസ്റ്ററിനെ നമ്മൾ ഭയക്കുന്ന പോലെയല്ല. സിമ്പിൾ ആയിട്ടൊരു അനാലജി പറയുകയാണെങ്കിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കുട്ടിയോട് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഉമ്മ പോവുകയാണ്. അപ്പം കുട്ടി എന്ത് ചെയ്യണം? ഉമ്മ പറഞ്ഞൊന്നും കേൾക്കാതെ വികൃതത്തരം കാണിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഉമ്മയെക്കുറിച്ചൊരു പേടി ഉണ്ടാവും. ഉമ്മ ഇത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉമ്മ ഇത് കാണും, ഉമ്മ വഴക്ക് പറയും. ആ വഴക്ക് പറയുന്നുള്ള പേടി ഒരു ഉഗ്രരൂപിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു ഭീകരജീവിയായിട്ടുള്ള ഉമ്മയോടോ അമ്മയോടോ ഉള്ള പേടിയല്ല. മറിച്ച് ഇത്രയും എനിക്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ള എല്ലാ കാരുണ്യവും വാത്സല്യമൊക്കെ നൽകിയിട്ടുള്ള ഉമ്മ പറഞ്ഞത് ഞാൻ ചെയ്തില്ലല്ലോ, ഉമ്മ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാൻ ചെയ്തില്ലേ എന്നൊരു പേടിയാണ് ഉമ്മയോടുള്ളത്. ഇതേ പേടിയാണ് ദൈവത്തോടുള്ളത്. ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയും, നമുക്കത് ചെയ്യാൻ പറ്റില്ല, അപ്പം നമുക്കൊരു പേടിയുണ്ടാവും. അതാണ് ദൈവഭയം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഭീകരജീവിയോടുള്ള ഒരു ഭയം അല്ല. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല, അതാണോ? ഇല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോകുന്നത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ? ഇഷ്ടം ദൈവന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കാര്യം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കോ സാമീപ്യത്തിലേക്കോ എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. നന്നായി ജീവിച്ചാൽ കുറെ കാലം ഇവിടെ ജീവിക്കാം പഠിപ്പിക്കുന്നു. ദൈവത്തെ ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാനല്ലേ ശ്രമിക്കുക എന്നുള്ളതാണ് ഷൈനിന്റെ ഒരു സംശയം. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് വലിയ പ്രാരാബ്ദങ്ങളുണ്ട്. അപ്പം നിങ്ങളോട് പറയാണ് ഗൾഫിൽ പോയിട്ട് 5 കാശ് സമ്പാദിച്ച് തിരിച്ചു വരാമെന്ന് പറയണം. അപ്പം നിങ്ങളെ ഗൾഫിലേക്ക് വണ്ടി കയറ്റി അയച്ചു. അവിടെ എത്തി നിങ്ങൾ മടിയനായിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ മടിയാണെന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാണ്? അടുത്ത ഫ്ലൈറ്റും പിടിച്ച് വീട്ടിലേക്ക് എത്തിയ ശേഷം നമ്മൾ പറയാണ് എനിക്ക് ഉമ്മയെ ഭയങ്കര സ്നേഹമായിരുന്നു, ഉമ്മയോടുള്ള സ്നേഹം കാരണം ഉമ്മയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റും പിടിച്ച് വന്ന് പറഞ്ഞാലുണ്ടാവും. അല്ല, നിങ്ങളെ അങ്ങോട്ട് അയച്ചത്, ഗൾഫിലേക്ക് അയച്ചത് ഒരു മിഷനായിട്ടാണ്. വീട്ടിൽ പ്രാരാബ്ദമുണ്ട്, പൈസ ഉണ്ടാക്കണം എന്നുള്ള മിഷനായിട്ടാണ്. അതേപോലെ മറ്റൊരു മിഷൻ, ഓക്കെ, സിമിലർ വേറൊരു മിഷനാണ് നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊരു ലൈഫ് നൽകി. ആ ലൈഫിൽ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ മടിയുള്ള നമ്മൾ ആത്മഹത്യ ചെയ്തിട്ടോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ടോ ഒക്കെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വേഗം എത്താൻ ശ്രമിച്ചാൽ അങ്ങനെ ഉണ്ടാകും. അപ്പം അതിന് നമ്മൾ ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ അക്കംപ്ലിഷ് ചെയ്തിട്ട് തിരിച്ച് പിന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ് ചെയ്യുക. അതല്ലാതെ അത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റാതെ മടിയനായി ദൈവത്തോട് സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവല്ല ചെയ്യുക. ദൈവത്തോടുള്ള സ്നേഹത്തിൽ അതിൽ കവിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് സ്വയം ആത്മഹത്യ ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് വേറൊരു പരിപാടിയാണ്. അപ്പം മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ഞങ്ങളെ പോലുള്ളവരല്ലേ ദൈവത്തിനെ ശരിക്കും സ്നേഹിക്കുന്നവര്? നീ എന്തിനാണ് ഈ വലിച്ച് സ്വയം ശരീരം കേടാക്കുന്നത്? ശരീരം കേടായാൽ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താം. ശരിക്കും ദൈവവിശ്വാസികൾ ആരാ? മോശമായി ജീവിക്കുന്ന ഞങ്ങളല്ലേ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊരുത്തൻ ഇതേപോലെ ഗൾഫിൽ പോയിട്ട് ഓന് കഞ്ചാവും MDMA ഉപയോഗിച്ചിട്ട് ഓനെ പിടിച്ചു. അങ്ങനെ പിടിച്ച സമയത്ത് ഓനെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലെത്തിച്ചു. അപ്പം പറയാണ് എനിക്ക് ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ടുള്ള സ്നേഹം കാരണം ഞാൻ എന്ത് ചെയ്യണം? MDMA ഉപയോഗിച്ചാണ്. MDMA ഉപയോഗിച്ച് പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലെത്താൻ പറ്റില്ല, ഉമ്മനെ കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഒരുത്തം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണിപ്പം ഷൈൻ പറഞ്ഞതിന്റെ വേറൊരു ലോജിക്ക്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലുള്ള സ്ഥിരം പരിപാടിയാണ് ഇത്. ഏതെങ്കിലും ഒരു സിനിമ നടനെയോ അങ്ങനത്തെ എന്റർടൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു ചോദ്യങ്ങൾ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ദൈവസങ്കല്പം? വെറുതെ ഒരു കറക്ക് ചോദ്യം. ഷൈന്റെ ഒരു സങ്കല്പത്തിൽ ദൈവസങ്കല്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എന്താണ്? അപ്പൊ അവരെന്ത് ചെയ്യും? ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യണമല്ലോ. അപ്പം അവരെങ്ങനെ ദൈവത്തെ മതത്തെ കുറിച്ചൊന്ന് ഇങ്ങനെ മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ എന്റർടൈൻ ആവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചില കുറുക്കു വിദ്യകളാണ് ഇതൊക്കെ. അപ്പം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യം ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. പിന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ ചില ആൾക്കാരുടെ ചോദ്യം ഈ രീതിയിൽ കറക്റ്റ് ഇതിന് വേണ്ടി ചോദിക്കുന്ന. അപ്പം അത് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്ത് മില്യൺ വ്യൂസ് ആക്കുക, ഇതാണ് ഒരു ബേസിക്. പക്ഷെ ഒരു സങ്കടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ടും ദൈവത്തെയൊക്കെ കുറ്റം പറയാൻ ഇങ്ങനെയുള്ള ഇജാതി ഊള ആർഗ്യുമെന്റ്സ് മാത്രമാണല്ലോ നിങ്ങളുടെ കയ്യിലുള്ളത്. അതിങ്ങനെ വിറ്റിട്ട് കാശാക്കാൻ മാത്രമല്ല ഇപ്പോഴും പറ്റുന്നുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാണ് വല്ലാത്തൊരു സങ്കടമുള്ളത്. എന്തായാലും